പിന്തിരിഞ്ഞ് ഈ 20 വർഷം ചിന്തിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ നന്ദി പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങളുണ്ട് നമുക്ക് അല്ലേ. ഒരു ചെറിയ കൂട്ടമായിട്ടാണ്, ഒരു പക്ഷേ ഒരു കുടുംബമായിട്ടാണ് 2005 നിങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ന് നമുക്ക് ഏതാണ്ട് 200-ലധികം പേര് ഉള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയായത് മാറി. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ചെയ്ത ഒത്തിരി ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം തന്നെ അച്ഛൻ്റെ ദർശനത്തിൻ്റെ ആ സാക്ഷാത്കാരം ഒരു മേജർ ഭാഗത്ത് അല്ലെങ്കിൽ 80% എങ്കിലും സാധ്യമായെന്ന് അച്ഛൻ ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായും. അച്ഛൻ 1973 വന്നു എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിനുശേഷം അച്ഛൻ എപ്പോഴാണ്, അച്ഛൻ്റെ ജോലി എന്തായിരുന്നു, പിന്നീട് ജോലി മാറി ബിസിനസ്സിലേക്ക് കടന്നു, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? 73 വന്ന് ഒരു വില്ലയുടെ പണിയിൽ കൺസ്ട്രക്ഷനിൽ എൻജിനീയറായ ഞാൻ ഒരു ജോലിക്കാരൻ എന്നുള്ള രീതിയിൽ കയറി ഒരു ബംഗാളിയുടെ അണ്ടറിൽ. ഞാൻ എൻജിനീയർ ആയപ്പം ബംഗാളിക്ക് പ്രയാസമായി, അയാളുടെ ജോലി പോകുന്നുള്ള പേടി. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ ഇതൊന്ന് കാണാൻ വേണ്ടി വന്നാൽ ഞാനങ്ങ് പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർകോണ്ടിനെൻ്റൽ ഹോട്ടലിൽ സൈപ്രസ് കമ്പനി, ഈസ്റ്റേൺ ഇലക്ട്രിക് പറഞ്ഞ കമ്പനിയിൽ, അത് കഴിഞ്ഞ് ആ ഹോട്ടലിൽ ഇൻ്റർകോണ്ടിനെൻ്റൽ ഹോട്ടലിൽ മെയിൻ്റനൻസിൽ കയറി. അത് കഴിഞ്ഞ് ട്രേഡ് സെൻറ്റർ 37 ട്രേഡ് സെൻറ്റർ വന്നു, അവിടെ കയറി. ആ കമ്പനി ബ്രിട്ടീഷ് കമ്പനി പോയി കഴിഞ്ഞപ്പോഴേ നല്ല ശമ്പളം കിട്ടാൻ ഒന്നില്ല. അങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ. ഓക്കെ. അത് ഈ അടുത്ത നാൾ വരെ ഇപ്പോഴും ആ ലൈസൻസ് ഇപ്പോഴും ഉണ്ട്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ. എപ്പോഴായിരുന്നു ആൻറ്റിയുമായിട്ടുള്ള ആ വിവാഹവും അതിനെക്കുറിച്ച് ഒന്ന് പറയാം? 78 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. ഞങ്ങൾ ഒരേ സഭയിലായിരുന്നു. ഇടയ്ക്കും ചോദിച്ചോട്ടെ, അപ്പോൾ ആൻറ്റിയും ആ സമയത്ത് ഇവിടെ ഉണ്ട്? ഉണ്ട്. 74 വന്നു. 74 വന്നു. ഓക്കെ. ചേട്ടത്തിയും ചേട്ടനും ഉണ്ടായിരുന്നു, അവർ കൂടെ ആയിരുന്നു. അങ്ങനെ ആലോചിച്ചു. ഞാൻ അവിടെ നാട്ടിൽ വീട്ടിൽ അവർ പോയി കണ്ട് സംസാരിച്ച് ഓക്കെ നടന്നു. ആൻറ്റി 1974 ആൻറ്റി വരുന്നത്, അതായത് ഒരു വർഷത്തിന് ശേഷം. ആൻറ്റി ഏത് ജോലിയിലായിരുന്നു ഇവിടെ വന്നേ? ഞാൻ ലാബിൽ ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ജനുവരിയിൽ വന്നു. മാർച്ച് 1-ാം തീയതി റാഷിദ് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. ആൻറ്റി ആദ്യമായി കയറിയത് റാഷിദ് ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ അവിടെ ഏകദേശം 13 വർഷം റാഷിദ് ഹോസ്പിറ്റലിൽ. ഞാൻ ബ്ലഡ് ബാങ്കിലായിരുന്നു ആദ്യം ജോലി ചെയ്യുന്നത്. അവിടുന്ന് 2 വർഷം ദുബായ് ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടോട്ട് വിട്ടു. അത് കഴിഞ്ഞ് അൽവാസൽ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ലത്തീഫ ഹോസ്പിറ്റലിൽ, അവിടെ ബ്ലഡ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടോട്ട് വിട്ടു. അവിടെ നിന്നാണ് 1985 ജോലി റിസൈൻ ചെയ്തിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അതായത് 1985 വരെ റാഷിദ് ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ ആദ്യം 74 റാഷിദ് ഹോസ്പിറ്റലിൽ, അൽമക്ത് ഹോസ്പിറ്റലിൽ, കുവൈറ്റ് ഹോസ്പിറ്റൽ, ഈ 3 ഹോസ്പിറ്റലേ അന്നുള്ളൂ. ഓക്കെ. അത് കഴിഞ്ഞാണ് പിന്നെ ദുബായ് ഹോസ്പിറ്റലും അതും ഇതുമൊക്കെ വന്നത്. അന്നേരം 1985 മുതൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി. അതെങ്ങനെയായിരുന്നു അതിനുള്ള മുഖാന്തരങ്ങളും മറ്റു കാര്യങ്ങളും? ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമായിരുന്നു, അതോ എങ്ങനെയായിരുന്നു? അപ്ലൈ ചെയ്താൽ കിട്ടിയത് 85 ഞങ്ങളുടെ ഒരു വണ്ടി വിൽക്കാനായിട്ട് ഓക്കെ അഡ്വർടൈസ് ചെയ്തിട്ട് ദുബായ് പോലീസിലെ ഫാർമസിസ്റ്റ് വന്ന് വാങ്ങിക്കാൻ വന്നപ്പോഴാണ് പുള്ളി പറയുന്നത്, ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ പറഞ്ഞു അവിടെ ലബോറട്ടറി തുടങ്ങാൻ പോകുന്നു പറഞ്ഞ്. ഞങ്ങൾ രണ്ടുപേരും പോയി അവിടെ ചെന്നു. ദൈവം ആ ജോലി തന്നു. ചെന്നവിടെ ഇന്റർവ്യൂ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് റഷീദ് ഹോസ്പിറ്റലും പോലീസും എല്ലാം ഒരേ ഡിപ്പാർട്ട്മെന്റായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ടുള്ള മാറ്റം എളുപ്പമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് അങ്ങോട്ട് വരാമോന്ന് ചോദിച്ചു. ശമ്പളമൊക്കെ പറഞ്ഞ് ഇത്ര ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഇവിടുന്ന് ഞാൻ പിന്നെ 85 അവിടെ സ്റ്റാർട്ട് ചെയ്തു. ദൈവം വിളിച്ചു തന്നാ. ഓക്കെ. അന്നേരം 85 മുതൽ റിട്ടയർ ആവുന്നത് 2020 അപ്പം നീണ്ട വർഷങ്ങൾ. കോഡ് വന്നുകൊണ്ട് അല്ലെ ഇപ്പോഴും ജോലി എടുത്തന്നെ.
കോവിഡ് വന്നതുകൊണ്ടാണ്. എനിവേ സാധാരണ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് 60 വയസ്സ് വരെയാണ്, പുള്ളിക്കാരത്തെ 68 വരെ ചെയ്തു. വാ, ദൈവം അത്ഭുതവാന. നീണ്ട 68 വയസ്സ് വരെ. അതെ. ഓക്കെ, എനിവേ ആ ദൈവം ഇത്രത്തോളം മാനിച്ചല്ലോ. 2001 ഇവർക്ക് ഓപ്പറേഷൻ വന്നു, ലിംഫോമ. അതെന്തുമായിരുന്നു? ക്യാൻസർ. ഓക്കെ. ലിംഫോമ ഗ്രേഡ് 2. ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യത്തെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. അവിടെ ഉള്ളൂ. അവിടെ ചെന്നപ്പോഴേ 5 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ മുട്ടയടിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇവർക്ക് പ്രയാസമായി. അവൻ പറഞ്ഞു 5 എണ്ണം എടുക്കണം, 5 ആഴ്ച. അപ്പോഴേ മോളെ വിളിച്ചു. മോള് പറഞ്ഞു ഇവിടെ അന്വേഷിക്കാൻ പറഞ്ഞു, ലേസർ എടുക്കാനായിട്ട് പറഞ്ഞു. അലൈനിലുണ്ടെന്ന് പറഞ്ഞ് അടുത്ത ദിവസം ഇവിടെ വന്നേച്ച് നേരെ അലൈനിൽ പോയി. അലൈനിൽ പോയിട്ട് അവൻ ഒരു പിന്നെ ആഫ്രിക്കൻ സായിപ്പായിരുന്നു. പുള്ളി പറഞ്ഞു ഞങ്ങൾ ലേസർ എടുക്കത്തില്ല, ഞങ്ങൾ ടെസ്റ്റ് ചെയ്യട്ടെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. ആഴ്ച ഒന്ന് വീതം പോയിട്ട് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു നിങ്ങളുടെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ഈ സാധനമുണ്ട്, അതുകൊണ്ട് എന്തെടുക്കണം? ന്യൂക്ലിയർ അല്ലല്ല, കീമോ എടുക്കണമെന്ന് പറഞ്ഞു. ലേസറല്ല വേണ്ടി, ലേസർ ഇവിടെ മാത്രമേ എഫക്റ്റ് വരത്തുള്ളൂ, ഓക്കെ, ബോഡി എഫക്റ്റ് വരത്തില്ല, അതുകൊണ്ട് കീമോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 4 കീമോ ആഴ്ച 1 വെച്ചിട്ട്. അത് ഇംഗ്ലണ്ടിൽ നിന്ന് ഈ സാധനം വന്ന് അന്നേരം തന്നെ ചെയ്യും, ഫ്രഷ്. 1 കീമോ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഛർദിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ സ്റ്റൂള് പോയില്ല, പ്രശ്നമായി. ലാസ്റ്റിൽ ഹോസ്പിറ്റലിൽ ചെന്ന് അവർ സ്റ്റൂള് കളയുള്ള പരിപാടി ചെയ്യായിരുന്നു. 1 വർഷത്തോളം സിക്ക് ലീവിലാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, ഫുൾ സാലറി. അവരവിടുന്ന് വിളിച്ചു ചോദിക്കും, ഞാൻ ചെല്ലുകയും വേണ്ട, വിളിച്ച് ചോദിക്കുക എന്നാ ലീവ് ഇരുന്ന് പറയും. അപ്പോൾ അവരെഴുതി വിളിച്ച് പറയും ഇത്ര ദിവസം സ്തോത്രം ലീവ് ഉണ്ടെന്ന് പറയും വീട്ടിൽ. പിന്നെ ദൈവമക്കളുടെ പ്രാർത്ഥന, സ്തോത്രം. അതൊരു കാര്യം വ്യക്തമാണ് ആൻറ്റി, എന്തെന്നറിയാവോ? ദൈവം ഒരു മനുഷ്യനൊരു ദർശനം ഏൽപ്പിച്ച ഒരു കുടുംബം അതിനുവേണ്ടി തയ്യാറാകുമ്പോൾ ആ കുടുംബത്തിൻ്റെ കാര്യം നോക്കേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. സോ ദൈവം അത് ചെയ്തു. ദൈവം ഇനിയും അത് ചെയ്യാൻ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് ഈ 3 വർഷത്തെ എക്സ്പീരിയൻസും 3 വർഷത്തെ അനുഭവവും നമ്മൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ആർക്കും കടക്കാനല്ലായിരുന്നു. സഭ എന്നൊരു കോൺസെപ്റ്റിൽ, അതായത് ചർച്ച് ഓഫ് ഇന്ത്യ ദുബായ് സഭ എന്നുള്ളതല്ല, മനസ്സിലായി, സർവ്വവ്യാപകമായി കിടക്കുന്ന സഭ എന്നുള്ളൊരു ആശയത്തിൽ അച്ഛന് എങ്ങനെയായി സഭ തീരണമെന്നാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. അതായത് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങൾ, കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആ ജനത്തെ മുൻകണ്ടുകൊണ്ട് എങ്ങനെയായി തീരണമെന്നാണ് അച്ഛൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അത് യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തേത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ. ആത്മാവിൽ ദാരിദ്ര്യം ആരാ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞ് എനിക്ക് പോരാ ആകണം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ്റെ ദാരിദ്ര്യമല്ല, മനസ്സിലായല്ലേ? കാശിൻ്റെ ദാരിദ്ര്യമാണ്. അവിടെ പോയി കഴിഞ്ഞു. ഉണ്മാനം ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത്? അല്ല, കഴിഞ്ഞു. സകല ശിക്ഷണം സുശേഷം എന്നാണ് പറഞ്ഞത്. ആരോടാ പറയുന്നത്? ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ക്രെഡിറ്റഡ് പറയല്ല, അത് ബൈ ദ എന്ന് പറഞ്ഞത് ബിബ്ലിക്കൽ ഞാൻ ചെയ്യുന്നത്. അല്ല എന്താ ചെയ്യുന്നത്? ഓക്കെ. ഇപ്പോൾ കാശ് കൂടുതലിട്ട് ഞാൻ തിരിച്ചു കൊടുത്ത് ബൈബിൾ വായിച്ചോണ്ടാ? ആർക്കാ ഇത് വേണ്ടാത്ത? അതെ, ചുരുക്കി പറഞ്ഞാൽ ദൈവസഭകളെല്ലാം ബൈബിളിൽ അധിഷ്ഠിതമായി ദൈവസ്നേഹത്തിൽ മുന്നേറുന്ന ഒരനുഭവം ഉള്ളവരായിരിക്കണം. ഞാൻ വേറൊന്ന് പറയാം, എളിയവനെ ആദരിക്കുന്ന ഭാഗ്യവാൻ. അതെ, ആരാ എളിയവനെ ആദരിക്കുന്നത്? സഹോദരൻ ശ്രേഷ്ഠനായിട്ട് കാണണമെന്ന് പറയുന്നു. ആ ഞാൻ പറഞ്ഞില്ലേ, യേശുവിൻ്റെ ആ ആദ്യത്തെ ആ ഒരു പ്രസ്താവന എടുത്താൽ മതി. ഹൃദയശുദ്ധിയുള്ള ദൈവത്തെ കാണുന്ന യേശു പഠിപ്പിച്ച്. നമ്മളെന്താ പറയുന്നത്? സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. നമ്മൾ വിശുദ്ധീകരണം മിണ്ടുന്നേ ഇല്ല.
സ്നാനത്തെപ്പറ്റി നമ്മൾ മിണ്ടും, അന്യഭാഷയെപ്പറ്റി മിണ്ടും. അതെ. ആത്മാവിനെ പറ്റിയല്ല, അന്യഭാഷയെപ്പറ്റി. നമ്മുടെ ഈ കോൺസെപ്റ്റൊക്കെ മാറിയേ പറ്റത്തുള്ളൂ. ഇത് മാറാത്തിടത്തോളം കാലം നന്നാകില്ല. യേശു പറഞ്ഞത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്തോ? യേശു പഠിപ്പിച്ചതല്ല, അവർ ചോദിച്ചിട്ട് യേശു പഠിപ്പിച്ച. അതെ, ശിഷ്യർ. ആ, കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നു വരുന്നത്. ഏത് കടക്കാരോട്? നമ്മൾ കടപ്പെട്ടിരിക്കുക സുവിശേഷം പറയാൻ. നമ്മൾ കാശിൻ്റെ കാര്യം ചിന്തിക്കാൻ പോകുന്നത് മന്നോ? നമ്മൾ കടക്കാരാ, ആ കടം തീർക്കണം. വെരി ഗുഡ്. അയൽപക്കക്കാരന് മനസ്സിലായില്ലേ? എന്നെ പോലെ എന്നാ പറഞ്ഞത്. എന്തോ ആ പട്ടിണി കിടക്കുകയായിരിക്കും. ആ, നമുക്ക് എന്താ വേണം. ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വരെ നമ്മൾ എന്തെല്ലാം കൊടുക്കുന്നറിയും. അതെ. ഇതൊക്കെ പറയുന്ന ക്രെഡിറ്റ് കൊണ്ട് പറയുന്നതല്ല, അത് ആൾക്കാർ ഫോളോ ചെയ്യണം, അതിനെ പറയുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ക്രെഡിറ്റ് വേണ്ടി പറഞ്ഞിട്ടില്ല. ഞാൻ ദൈവ സാക്ഷി. പ്രൈസ് ലോർഡ്. ഞാൻ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീട് വെക്കണമെന്ന് പറയുന്നത് ഞാൻ കൊടുക്കത്തില്ല, എനിക്കിതൊക്കെ തോന്നിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സഭ പണിത് കൊടുത്തിട്ടുണ്ട്, തോന്നിയിട്ട് ആവശ്യമാണ്, ഓക്കെ. അല്ലെങ്കിൽ ദൈവം എന്നോട് ചോദിക്കും. ഇപ്പം എരിഹോവിലെ പോയതിനെ മറിഞ്ഞു വീണിട്ട് മനസ്സിലായില്ലേ? പൊക്കിയെടുക്കാൻ എത്രയോ വിശുദ്ധന്മാർ പോയി. അതെ. തൊട്ടുകൂടാത്തവനാണ് എടുത്തോണ്ട് പോയത്. ഇതൊക്കെ എന്തിനാ യേശു പഠിപ്പിച്ചത്? പറഞ്ഞെന്തിന്? എത്ര പേര്? നമ്മൾ ചെയ്യേണ്ടത് കാര്യങ്ങളായതുകൊണ്ടാണ്. പക്ഷെ എളിയവനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ എന്ന് പറഞ്ഞേ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഹിന്ദുക്കളോടും ഈ മുസ്ലിങ്ങളോടൊക്കെ സുവിശേഷം പറഞ്ഞ് ഞാൻ യേശു പഠിപ്പിച്ച്, ഞാൻ ഭയങ്കര ജീസസ് പഠിപ്പിച്ച്. യെസ്, ഇതാ പഠിപ്പിച്ചത്. യേശു മതം പറഞ്ഞില്ല, ദൈവമതം പറഞ്ഞില്ല. ദൈവം മനുഷ്യൻ രണ്ട് കാറ്റഗറി അല്ലാതെ ലോകത്തൊന്നുമില്ല. പിന്നെ വന്നു, കാലക്രമത്തിൽ വന്നു, അത് വേറെ. ഓക്കെ. മനുഷ്യൻ തെറ്റിയതുകൊണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇന്നും അങ്ങനെ പോകത്തുള്ളായിരുന്നു. ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിക്കുമ്പോൾ ദൈവം അറിയാം, ദൈവത്തിനറിയാം ആരുപയോഗിക്കണമെന്ന്. സോ അതിൻ്റെ ഒരു ഭാഗമായി തീരാൻ തമ്പാച്ചാനും കുടുംബത്തിനും കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ചുരുക്കി പറഞ്ഞാൽ 1980 തമ്പാച്ചാൻ്റെ വീട്ടിൽ വെച്ചാണ് ദൈവസഭയുടെ ആരാധനയുടെ ഒരു പ്രാഥമിക ഘട്ടം നടക്കുന്നത്. അതിനുശേഷം അത് വളർന്നപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് മാറി ഒടുവിൽ ട്രിനിറ്റിയിൽ വന്നു. ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ സഭ തുടങ്ങുവാനും ഒക്കെ ദൈവം സഹായിച്ചു. പ്രൈസ് ലോർഡ്. പ്രിയരെ, നാം ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നത് ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ ദുബായ് സഭ 2005 ആരംഭിക്കുമ്പോൾ പ്രിയപ്പെട്ട തമ്പാച്ചാനും പ്രിയപ്പെട്ട ആൻറ്റിയും അവർ കടന്നുപോയ ആ മേഖലകളും ദർശനങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു. നിശ്ചയമായും അന്ന് ഇത്രത്തോളം സൗകര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഓടി നടന്ന് അധ്വാനിച്ചതിൻ്റെ ഫലം ഇന്ന് ദൈവസഭ ഒരു നിറവായി അനുഭവിക്കുകയാണ്. അവരുടെ നല്ല പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവസഭയുടെ ശുശ്രൂഷക എന്ന രീതിയിൽ പ്രത്യേകം എനിക്ക് നന്ദിയുണ്ട്. മാത്രമല്ല, ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടത്തിൽ ഞാൻ ആരംഭത്തിൽ പറഞ്ഞു തുടങ്ങിയതുപോലെ, വെൻ ഗോഡ് സ്റ്റാർട്ട് എ മിനിസ്ട്രി ഹി ബിഗിൻസ് വിത്ത് എ മാൻ. നമ്മിലൂടെയും ദൈവ ശുശ്രൂഷകൾ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു മനസ്സുണ്ടെങ്കിൽ നമ്മളിലൂടെ അത് ചെയ്തെടുക്കും. ഈ വരും ദിവസങ്ങളിൽ പ്രിയപ്പെട്ട തമ്പാച്ചാനും പ്രിയപ്പെട്ട ആൻറ്റിയും അവരുടെ കുടുംബം ദൈവ ശുശ്രൂഷയുടെ മുഖത്ത് നിന്നതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ഉടലെടുത്തതുപോലെ പിന്നീട് വന്ന ദൈവദാസന്മാരും കൂടെ നിന്ന് പ്രവർത്തിച്ച് ശക്തമായൊരു കോൺഗ്രിഗേഷൻ ഇവിടെ ഉളവായതുപോലെ ഇത് നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. ആ മെസ്സേജ് നമ്മുടെ മേലുള്ള ദർശനത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ആദ്യ സ്നേഹം, ആദ്യത്തെ ആ ഫെലോഷിപ്പ്, കർത്താവിൻ്റെ ആ ആത്മനിറവ് എല്ലാം ചേർത്ത് പിടിച്ച് വിശുദ്ധ തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കിയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ ഭാഗമായി തീരുവാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവും നിങ്ങൾ ചെയ്യുവാൻ ഇടയായി തീരണമെന്നുള്ളൊരു ആഹ്വാനം കൂടി
ഞാൻ ഈ സമയം നിങ്ങൾക്ക് നൽകുവാൻ താല്പര്യപ്പെടുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ.